സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ ഒരു ഗുരുവായൂരപ്പ കീർത്തനം പാടിയിരിക്കുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ചെറിയൊരു ഇടവേള അദ്ദേഹം പൊതുവേദികളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു. ശ്രീ ജയചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ വ്യക്തിപരമായി എൻ്റെ ഇഷ്ടഗായകനാണ് ശ്രീ ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഗാനാലാപനത്തിലെ ആ ഒരു ഭാവതീവ്രത, ആ ഒരു സൗകുമാര്യമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പോലെ വലിയൊരു വിഭാഗം ആസ്വാദകർക്ക് അനുഭൂതിദായകമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരികയാണ്, മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ് പാതിരാ സൂര്യൻ. അതിലെ സൗഗന്ധികങ്ങളെ വിടരുവിൻ സമാധിയിൽ നിന്നുണരുവിൻ എന്നൊരു ഗാനം ശ്രീ യേശുദാസും ജയചന്ദ്രനും പാടുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ശ്രീ ജയചന്ദ്രൻ പാടിയ പാട്ടാണ് ആ ഒരു ഭാവതീവ്രതയും ആ ഒരു സൗകുമാര്യവും കൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ വലിയ സംഗീതത്തിൽ അവഗാഹ ജ്ഞാനമൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ശ്രീ യേശുദാസിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരാം. ശ്രീദാസ് വലിയ ഒരു ഗായകനാണ്, തർക്കമില്ല. എങ്കിൽ പോലും എന്നെപ്പോലെ വലിയൊരു വിഭാഗം ആസ്വാദകർക്ക് ശ്രീ ജയചന്ദ്രൻ്റെ എല്ലാ ഗാനങ്ങളും ഇഷ്ടമാണ്. അക്കമിട്ട ഗാനങ്ങളെക്കുറിച്ച് ഇവിടെ നിരത്തേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ മനോഹര ഗാനങ്ങളെക്കുറിച്ചും എന്നെക്കാളും അറിവുണ്ട് എന്ന് എനിക്കറിയാം. ഞാനൊക്കെ +2 പഠിക്കുന്ന കാലം 88 കാലഘട്ടം. അപ്പോൾ സുഹൃത്തായ ഉണ്ണികൃഷ്ണനുമായി സിനിമയെക്കുറിച്ചൊക്കെ വിശ്രമ സമയങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. സിനിമയെക്കുറിച്ച് ഉള്ളൊരു സുഹൃത്തായിരുന്നു. ആ ഇടയ്ക്കാണ് നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീ ജയചന്ദ്രൻ പാടിയ കേവലം മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ എന്ന ഗാനം ഹോട്ടലുകളിലും പൊതു പ്ലാറ്റ്ഫോമിലും എല്ലാ സ്ഥലങ്ങളിലും അലയടിച്ചുകൊണ്ട് ഇരുന്നത്. അപ്പോൾ അത് അന്ന് വളരെ വലിയൊരു വിഭാഗം, ഞാൻ ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം ആസ്വാദകർക്ക് വലിയ താല്പര്യം തോന്നിയ, ഇഷ്ടം തോന്നിയ ഒരു ഗാനമാണ് കേവലം മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ്. അപ്പോൾ ശ്രീ ജയചന്ദ്രൻ്റെ ആരാധകർക്ക്, അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ശ്രീ ജയചന്ദ്രൻ്റെ തിരിച്ചുവരവ് സന്തോഷം നൽകുന്നു. ഇനിയും അദ്ദേഹത്തിന് പാടാൻ ജഗദീശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.